ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 9 രാജവിദ്യ രാജഗുഹ്യയോഗം 9ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ന ച മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീനവത് ആസീനം അസക്തം തേഷു കർമ്മസു. മലയാളം: കർമ്മസംഗം പെടാതെന്നു ഉദാസീനനതാകയാൽ കർമ്മജാലങ്ങളിന്നെന്നെ കർമ്മബന്ധത്തിലക്കിട. ച എന്നാൽ, നേരത്തെ തുടർച്ചയായതുകൊണ്ടാണ് ആദ്യം ച വന്നത്. തേഷു കർമ്മസു ആ കർമ്മങ്ങളിൽ അസക്തം ആസക്തിയൊന്നുമില്ലാതെ ഉദാസീനവത് ഒരു ഉദാസീനനെ പോലെ ആസീനം മാം ഇരിക്കുന്ന എന്നെ ധനഞ്ജയ അല്ലയോ അർജുന താനി കർമാണി ആ കർമ്മങ്ങൾ ന നിബധ്നന്തി ബന്ധിക്കുന്നില്ല. എല്ലാ കർമ്മങ്ങളിലും ഞാനൊരു ഉദാസീനനെ പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ കർമ്മങ്ങളിൽ എനിക്ക് അത്യാസക്തിയില്ല. അതുകൊണ്ട് ആ കർമ്മങ്ങൾ എന്നെ ബന്ധിക്കുന്നുമില്ല, ബാധിക്കുന്നുമില്ല. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു, എന്നിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് പ്രകൃതിക്ക് അടിമപ്പെട്ട് അല്ലെങ്കിൽ അധീനതയിൽ ജഗത്തുണ്ടാവുന്നു, പ്രപഞ്ചമുണ്ടാവുന്നു എന്ന് പറഞ്ഞു. ആ പ്രപഞ്ചം ഇങ്ങനെ മുങ്ങി മറിയുകയാണ്. പൊങ്ങി വരുന്നു, മറിയുന്നു, പൊങ്ങി വരുന്നു, മറിയുന്നു. അങ്ങനെ ധാരാളം പ്രാവശ്യം സൃഷ്ടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ ഈ പ്രപഞ്ചമുണ്ടായിക്കഴിഞ്ഞാൽ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ മനുഷ്യൻ ജീവൻ, മനസ്സും ജീവനും കൂടെ ഒരുമിച്ചല്ലേ പരമാത്മാവ് ജീവൻ എന്ന രീതിയിൽ നമ്മളായ സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് പഴയ ജന്മത്തിലെ ചില വാസനകൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ കർമ്മങ്ങളിൽ ഭഗവാന്റെ പ്രസൻസ് ഉണ്ട്. അവിടെ ഭഗവാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ഭഗവാനെ നേരിട്ടത് യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല. കാരണം എന്താണ്? ഒരാസക്തിയും ഇല്ലാതെ ഉദാസീനനെ പോലെയാണ് ഞാൻ അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ കർമ്മങ്ങളുമായിട്ട് എനിക്ക് യാതൊരു ആസക്തിയില്ല എന്ന് പറയുമ്പോൾ, ഞാൻ ഒന്നിനോടും ബന്ധമില്ലാതെ എൻ്റെ ശക്തിസ്വരൂപിണിയായ പ്രകൃതി സൃഷ്ടി നടത്തുന്നു. പരമാത്മാവിൻ്റെ ശക്തി ചലിക്കുമ്പോൾ അത് പരമാത്മാവിനെ ബാധിക്കില്ലേ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഇത്. കർമ്മം ഞാൻ ചെയ്യിക്കുന്നു എന്നല്ലാതെ എനിക്ക് അതിൽ യാതൊരു ആസക്തിയും ഇല്ല. ഞാൻ അവയുമായിട്ട് യാതൊരു ബന്ധവും പുലർത്തുന്നുമില്ല. നമ്മളെല്ലാം എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്? ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി, എൻ്റെ അച്ഛന് വേണ്ടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിന് വേണ്ടി, എപ്പോഴും ഞാൻ എൻ്റെ എന്ന ഭാവം നമ്മളിലൊക്കെ ഉണ്ട്. അതെന്താണ് ചെയ്യിക്കുന്നത്? ആ കർമ്മത്തിനോട് നമുക്കൊരു ബന്ധം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബന്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ ബന്ധനവും ഏൽക്കേണ്ടി വരും, ബന്ധിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ കർമ്മങ്ങളെല്ലാം വളരെ ഇഷ്ടപ്പെട്ടായിരിക്കും ചെയ്യുന്നത്, അല്ലേ? അപ്പോഴും എന്താണ്? അവിടെയും ബന്ധനം തന്നെയാണ്. കാരണം എന്താണ്? ഇഷ്ടപ്പെട്ട ഒരു കർമ്മം ചെയ്യുന്നു, അതിന് നല്ല ഫലം കിട്ടുന്നു. അപ്പോൾ അടുത്ത ചിന്ത എന്താണ്? കുറച്ചും കൂടെ കൂടുതൽ നല്ലതായിട്ട് ചെയ്യണം, അപ്പോൾ ഇനി നല്ല ഫലം എനിക്ക് കിട്ടുമല്ലോ. അവിടെയും അതും ബന്ധനം തന്നെയാണ്. അതേ സമയത്ത് ഇഷ്ടപ്പെടാതെ ചെയ്യുമ്പോഴും എന്താണ്? ബന്ധനസ്ഥനാക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? എനിക്കിഷ്ടമേ അല്ലാത്തൊരു ജോലി, ഞാൻ നാളെ രാവിലെ ആയാലും വീണ്ടും ഇതിന് പോകണ്ടേ, ഈ ജോലി ചെയ്യാനായിട്ട് തന്നെ പോകണം. വീണ്ടും വരുന്നു, ജോലി കഴിയുന്നു, നമ്മൾ ക്ഷീണമൊക്കെ അകറ്റുന്നു, രാത്രി കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം രാവിലെ വീണ്ടും എന്താ ചെയ്യുന്നത്? ഇതേ ജോലിക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒട്ടും ഇഷ്ടമല്ല ചില ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക്, വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ചും കുക്കിംഗ് തീരെ ഇഷ്ടമല്ല. പക്ഷെ ചെയ്യേണ്ടി വരുന്നു. അപ്പം എന്താണ്? ശപിച്ച് ചെയ്യുന്ന പോലെ, അയ്യോ ഇതെല്ലാം ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യും. ചില ആൾക്കാർക്ക് പഠിപ്പിക്കൽ തീരെ ഇഷ്ടമല്ല.
പക്ഷേ അവരൊരു ടീച്ചറായിട്ടാണ് അവർക്ക് ജോലി കിട്ടിയത്. എൻജിനീയർ ആവാൻ പറ്റിയില്ല, ഡോക്ടറാവാൻ പറ്റിയില്ല, അവസാനം തിരഞ്ഞെടുത്ത കോഴ്സ് BEd ആണ്, വേറെ നിർത്തിയില്ല. അതിനാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ ടീച്ചറായിട്ട് അവിടെ ജീവിക്കുന്നു. ആർക്കോ വേണ്ടിയിട്ട് ടീച്ചറായ പോലെ ഇരിക്കും. പഠിപ്പിക്കുന്നതിൽ ആത്മാർത്ഥത കുറയും. അതേപോലെ തന്നെയാണ് ഇപ്പോൾ എൻ്റെയൊക്കെ പ്രൊഫഷൻ ടീച്ചറാണ്, ടീച്ചിങ് ആണ്. അപ്പം ഞാനൊരു ഡോക്ടറായി പോയാലും ചിലപ്പോൾ ഇതൊക്കെ തന്നെ സംഭവിച്ചു എന്ന് വരാം. അങ്ങനെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ളൊരു മേഖല കിട്ടിയ ഇഷ്ടപ്പെട്ട ജോലി നമ്മൾക്ക് കിട്ടുമ്പോൾ അപ്പോഴും ബന്ധനം തന്നെ. ഇഷ്ടപ്പെടാതെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അപ്പോഴും ബന്ധനം തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം ഞാൻ ഉദാസീനനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയ്യേ മടി പിടിച്ചിരിക്കുകയാണോ എന്നൊരു ചോദ്യം വരും അല്ലേ. പരമാത്മാവിന് മടി പിടിച്ചോ? ഭഗവാനെ അങ്ങേക്കും മടി പിടിച്ചോ? ഇല്ല, മടി പിടിച്ചിരിക്കുക എന്നല്ല അർത്ഥം. എനിക്ക് അതിനോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമില്ല. പ്രത്യേകിച്ച് സൃഷ്ടി നടക്കുന്നു, അതിൽ നടക്കുന്ന കർമ്മങ്ങളോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമില്ല, പ്രത്യേകിച്ചൊരു അനിഷ്ടവുമില്ല. എൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. നോക്കിയിരുന്നാൽ മതി. ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ നടന്നോളും. അപ്പോൾ പ്രകൃതിയെ കൊണ്ട് സൃഷ്ടി നടത്തുന്നു. തൻ്റെ അധീനതയിലാണല്ലേ പ്രകൃതി. പ്രകൃതി ഭഗവാനെ അനുസരിച്ചാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ മാനേജര്, പ്രിൻസിപ്പല്, ടീച്ചർ, സ്റ്റുഡൻറ്റ് അല്ലേ, അതേപോലെ തൻ്റെ അധീനതയിലുള്ള പ്രകൃതിയെ കൊണ്ട് സൃഷ്ടി നടത്തുന്നുണ്ടെങ്കിലും അത് എന്നെ യാതൊരു തരത്തിലും ബാധിക്കില്ല. പ്രകൃതിയുടെ പ്രവർത്തനങ്ങളിൽ പരമാത്മാവ് ആസക്തിയില്ലാതെ തന്നെയാണ് തുടരുന്നത്. താനി കർമാണി മാം ന നിബധ്നന്തി എന്നാണ് പറഞ്ഞത്. ആ കർമ്മങ്ങൾ എന്നെ ബന്ധിക്കുന്നില്ല. അത് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഒരു പ്രേരിത കർമ്മവും അല്ല. ഇപ്പം നമ്മൾ സിനിമ കാണുന്നു അല്ലേ, ഒരു സ്ക്രീനിൽ തിരശ്ശീലയിൽ സിനിമ കാണുന്നു. ചില സിനിമകൾ നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാം തന്നെ ആദ്യം തന്നെ ഒരു ആത്മഹത്യയായിരിക്കും കാണിക്കുന്നത്. 2 കാല് തൂങ്ങി കിടക്കുന്നതോ അങ്ങനെ, അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്തുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പോൾ വരുന്നതെല്ലാം. അപ്പോൾ ഹാളിലെ വെള്ളിത്തിരയിൽ, എവിടെ ഹാളിൽ നമ്മൾ സിനിമ കാണാതിരിക്കുന്ന ആ ഹാളിലെ വെള്ളിത്തിരയിൽ ഒരാളെ കൊല്ലുന്നു, ഒരാൾ നിന്ന് കരയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖ കഥയാണെങ്കിൽ കണ്ണീര്, പിന്നെ കൊടുങ്കാറ്റുണ്ടാവാം, നാശനഷ്ടം ഉണ്ടാവാം, വെടിവെക്കുന്നുണ്ടാവാം, പലതും അല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് സിനിമ തീർന്ന് എല്ലാം പവറൊക്കെ ഓഫാക്കി, മോട്ടറൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ ഫിലിം കഴിഞ്ഞിട്ട് ആ തിരശ്ശീല നോക്കിയാൽ അതിൽ നേരത്തെ കുത്തിക്കൊന്നതിൻ്റെ രക്തക്കറ കാണോ? ഇല്ല. വെടിവെച്ചിട്ടുള്ള പിസ്റ്റൾ പോയിട്ടുള്ള ഒട്ടകൾ അല്ലെങ്കിൽ തുളകൾ കാണോ? ഇല്ല. അതൊന്നുമില്ല. അവിടെ തിരശ്ശീല എങ്ങനെയാണ് നിൽക്കുന്നത്? അനക്കാതെ നിൽക്കുകയാണ്. അതിൽ വരുന്ന ചിത്രങ്ങളാണ് മാറി മാറി വരുന്നത്. അതേപോലെ ഭഗവാൻ സൃഷ്ടിക്കുന്നു, ആ സൃഷ്ടി നടക്കുന്നു, പ്രപഞ്ചമുണ്ടാവുന്നു, മറയുന്നു, വീണ്ടും ഉണ്ടാവുന്നു, വീണ്ടും മറയുന്നു. അതിൽ തിരശ്ശീലയ്ക്കൊന്നും ചെയ്യാനില്ലാത്ത പോലെ പരമാത്മാവ് ഉണ്ടോ? തിരശ്ശീല വേണ്ടേ? സ്ക്രീനിലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും, പക്ഷേ ഭഗവാൻ അതിൽ നേരിട്ട് ഉണ്ടായിരിക്കില്ല. അപ്പം എല്ലാ ശക്തികളുടെയും പ്രഭാവം ആത്മാവാണ്. ആ ആത്മാവാണ് നമുക്ക് ഈ നമ്മുടെ മനസ്സിനെയും കൂടെ ഊർജ്ജസ്വലമാക്കുന്ന, അല്ലെങ്കിൽ മനസ്സിന് അത്രയും ഒരു ഉഷാറ് തരുന്നത്. അപ്പോൾ എല്ലാ മനസ്സിനും അതിൻ്റേതായിട്ടുള്ള ഒരു വാസനയുണ്ട്. അത് സദ്വാസനയായിരിക്കാം, അല്ലെങ്കിൽ ദുർവാസനയായിരിക്കാം. സദ്വാസനയാണെങ്കിൽ നമുക്ക് സന്തോഷം തരുന്നു, മറ്റേതാണെങ്കിൽ നമുക്ക് ദുഃഖം തരുന്നു. എന്തായാലും അത് സുഖമാണെങ്കിൽ ദുഃഖമാണെങ്കിലും അത് വന്നേ പറ്റൂ അല്ലേ. ഇതൊന്നും ഭഗവാനെ നമ്മളെ സൃഷ്ടിച്ചു, നമ്മൾക്ക് വരുന്ന ദുഃഖങ്ങളോ സുഖങ്ങളോ ഒന്നും സാക്ഷാൽ പരമാത്മാവിനെ ബാധിക്കുന്നേ ഇല്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, പ്രകൃതിയുടെ പ്രവർത്തനത്തിൽ ഞാൻ ഉദാസീനമായിട്ട് നിലകൊള്ളുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു സംശയം വരും, ഈ ആത്മാവ് പ്രവർത്തിക്കുന്നത് ഒരു അനാത്മാവിനെ, അല്ലെങ്കിൽ പ്രകൃതി മൂലം നമ്മൾക്ക് സൃഷ്ടി നടത്തുന്ന സമയത്ത് ഈ ആത്മാവ് ഉദാസീനമാണെന്നും പറയുന്നു, എൻ്റെ പ്രസൻസ് ഉണ്ട് എന്നും പറയുന്നു. അവിടെ വീണ്ടും കൺഫ്യൂഷനായി അല്ലേ. അതാണ് 10ാമത്തെ ശ്ലോകത്തിൽ ചൊല്ലുന്നത്. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ചരം അചരം ഹേതുനാൻ അനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. മലയാളം.
എൻ മുന്നിൽ തന്നെ വളരും പ്രകൃതിങ്കൽ ചരാചരം, എൻ മുന്നിൽ തന്നെയുലകിൽ ഉളവാം പരിവർത്തനം. കൗന്ദേയ, അല്ലയോ അർജുന, മയാ അധ്യക്ഷേണ, എൻ്റെ സാന്നിധ്യത്തിലാണ്, അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് പ്രകൃതി സചരാചരം സൂയതേ, സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നത്. ചരങ്ങളുമുണ്ട് അചരങ്ങളുമുണ്ട്. സൂയതേ എന്നാണ്, പ്രസവിക്കുന്നു എന്നാണ് പറയുന്നത്, സൃഷ്ടിക്കുന്നു. അനേന ഹേതുന, അതു ഹേതുവായിട്ട് ജഗത് വിപരിവർത്തതേ, പ്രപഞ്ചവ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് നേരത്തെ പറഞ്ഞ പോലെ പ്രപഞ്ചം ഉണ്ടാവുന്നു, മറയുന്നു, വീണ്ടും ഉണ്ടാവുന്നു, വീണ്ടും മറയുന്നു. ഭഗവാന്റെ ഒരു സങ്കല്പമാണ് പ്രപഞ്ച സൃഷ്ടി. പക്ഷേ അത് ചെയ്യിക്കുന്നത് പ്രകൃതിയെ കൊണ്ടാണ്. അപ്പോൾ പ്രകൃതി കൊണ്ട് സൃഷ്ടി നടക്കുന്ന സമയത്ത് അത് ചരങ്ങളും അചരങ്ങളായ വസ്തുക്കളും ചരങ്ങളായ വസ്തുക്കളും എല്ലാം അതിൽ വരുന്നു. അത് പക്ഷെ ഭഗവാൻ അതിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ സാന്നിധ്യത്തിലാണല്ലോ നടക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാന്റെ സങ്കല്പം കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പ്രസൻസ് അവിടെ ഉണ്ട്. എന്നാലോ നേരിട്ട് നമുക്ക് ഇവയിലൊന്നും ഭഗവാനെ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സൂര്യൻ രശ്മികളുടെ കഥ എടുക്കുകയാണെങ്കിൽ, സൂര്യരശ്മികൾ ഒരു വസ്തുവിൽ തട്ടുന്ന സമയത്ത് ആ വസ്തു ചൂടാവുന്നു. പക്ഷേ അത് സൂര്യരശ്മികൾ ഏറെക്കൂടെ പാസ് ചെയ്യുമ്പോൾ ആ വായുവിനെ വളരെയധികം ചൂടാകുന്നില്ല. കാരണം ആ ചൂടുള്ള വായു മറ്റു സ്ഥലത്തേക്ക് നീങ്ങി വീണ്ടും അവിടെ തണുത്ത വായു വരുന്നു. അപ്പോൾ മാധ്യമങ്ങൾ അതിൻ്റെ മാധ്യമത്തെ അത് ചൂടാക്കുന്നില്ല, പക്ഷെ ഒരു വസ്തുവിനെ അത് ചൂടാക്കുന്നുണ്ട്. ഭഗവാന്റെ ഒരു സാന്നിധ്യം കൊണ്ട് മാത്രമാണ്, ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് അനാത്മാവ് സജീവമായിട്ട് നിലനിൽക്കുന്നത്. അപ്പം ആത്മാവ് ഭഗവാന്റെ പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് മനോബുദ്ധികളെയൊക്കെ ഊർജം കൊടുത്ത് പ്രവർത്തനക്ഷമമാക്കുന്നു. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം സൃഷ്ടിക്കുന്നു. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. അവിടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവ്യക്തതയാണ്. ആ അവ്യക്തതയിൽ നിന്ന് വ്യക്തത വരുന്നതിനെയാണ് ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത്. നമ്മൾ ഇതിന് മുന്നേയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞു, സൃഷ്ടി നടക്കുന്നത് അവ്യക്തതയിൽ നിന്നാണ്. പിന്നെ അത് വ്യക്തമായിട്ട് അത് പ്രപഞ്ചം എന്ന നിലയ്ക്ക് നിലനിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ലയിക്കുമ്പോൾ അവ്യക്തതയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ എന്നാണ്. ആത്മാവൊന്നും ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നതെല്ലാം പ്രകൃതിയാണ്. പക്ഷേ ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ചൈതന്യം കിട്ടിയിട്ടാണ് പ്രകൃതി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ആത്മാവും അനാത്മാവും തമ്മിലുള്ള ബന്ധം ഇത്രയേ ഉള്ളൂ. ആത്മാവിൻ്റെ പ്രസൻസ് വേണം, പക്ഷേ അനാത്മാവാണ് പ്രവർത്തിക്കുന്നത് മുഴുവനും. അങ്ങനെ ആത്മാവാണ് എല്ലാറ്റിലും പ്രവർത്തിക്കുന്നതെങ്കിൽ അത് ഈ ആത്മാവ് എല്ലാവരിലും പ്രവർത്തിക്കുന്നു, അനാത്മാവായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷേ യഥാർത്ഥ സത്ത ആത്മാവ് തന്നെയാണ് എങ്കിൽ അത് ഈ പ്രകൃതിയിൽ നടക്കുന്ന ശോകങ്ങൾക്കും ദുഃഖങ്ങൾക്കും മോഹങ്ങൾക്കും എല്ലാം അപ്പുറത്താണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാവർക്കും മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു സംശയം വരാം. അതിൻ്റെ ഉത്തരമാണ് 11ാമത്തെ ശ്ലോകത്തിൽ നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിതപൽമയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.